സത്യം പറഞ്ഞാൽ നോ ഐഡിയ. ഈ ട്രെയിൻ എങ്ങോട്ട് പോകുന്നു എനിക്കൊരു ഐഡിയ ഇല്ല. എവറേജിന്റെ ക്യൂവിനാണ്, വലിയ ക്യൂ ആണ് ഇവിടെ. നോ ഓൺലി ക്യാഷ്. ഇതൊരു പൊളി സെറ്റപ്പ് ആണല്ലോ, ഹൈലി ഫ്യൂച്ചറിസ്റ്റിക് ആണ് കേട്ടോ. ഇവിടെ കണ്ടില്ല എല്ലാവരും ക്യൂ നിൽക്കുന്നത്. സ്റ്റേഷൻ 3 നിങ്ങളിൽ നോട്ടാണെങ്കിൽ ഇയോൺ മാൾ എന്ന് പറഞ്ഞൊരു മാള്. ഇതിൻ്റെ അണ്ടറിലാണ് ഇവിടുത്തെ മെട്രോ വരുന്നത്. ഇവർക്ക് 4 എന്ന് പറഞ്ഞ നമ്പർ ഇഷ്ടമല്ലാന്ന് തോന്നുന്നു ചൈനക്കാർക്ക്. ഐറ്റംസ് ഒക്കെ പറന്നു പോകുന്ന ഒരു സ്ഥലം, അതായത് ഒരുവിധം മലയാളികളുടെയൊക്കെ ഹബ്ബ് ഇവിടെയാണ്. ഇവിടെ നിന്നാണ് ഇന്ത്യയിലോട്ട് നമ്മളെ മൊബൈൽ ആക്സസറീസും ഷൂസും ഡ്രസ് വകര കുറേ സാധനങ്ങൾ, അതായത് ചൈനയിലെ പല സിറ്റികളിൽ നിന്നും പോകുന്നുണ്ടെങ്കിലും വൺ ഓഫ് ദ മേജർ സിറ്റിയാണ് ഈ സാധനങ്ങളൊക്കെ ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഗുവാൻസോ. അപ്പോൾ ഈ സിറ്റിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഏകദേശം 15 മില്യൺ ആണ് ഈ സിറ്റി. കാന്റോൺ ടവർ, വൺ ഓഫ് ദി ഫേമസ് ടവർ ഇൻ ഗുവാൻസോ. ഇതാണ് ഗുവാൻസോൻ്റെ സെൻട്രൽ പോയിന്റ് എന്ന് പറയാം. ഇത് പണ്ടത്തെ ഇവിടുത്തെ ഒരു TV എന്താ പറയുക, മറ്റേ ഇതൊക്കെ ഉണ്ടല്ലേ റേഡിയോ ടവർ എന്നൊക്കെ പറയുന്നത്, TV ടവർ എന്നായിരുന്നു പണ്ട് ഇനി വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴോ തന്നെയാണ്. പക്ഷേ ഈ ബിൽഡിങ് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഞാൻ ടവറിൻ്റെ ഏറ്റവും മുന്നിലെത്തിയിരിക്കുകയാണ്. ഈ ടവറിൻ്റെ വലിപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആദ്യം കാണിച്ചു തരാം. ഇറ്റ്സ് ഹ്യൂജ് ഗൈസ്. ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുള്ളൂ. ഇത് ഭയങ്കര വലുതാണ്. ഏകദേശം ഇതിൻ്റെ മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 604 മീറ്ററാണ് ഈ ടവറിൻ്റെ ഹൈറ്റ്. ഏകദേശം 1982 ഫീറ്റ് ഉണ്ട് ഈ ടവർ. പിന്നെ ഈ ടവറിലോട്ട് കയറണമെങ്കിൽ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ നല്ല യുവാനൊക്കെ കൊടുക്കേണ്ടി വരും. 500 യുവാനോ 400 യുവാനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മേലെ ട്രിൽ അമ്യൂസ്മെൻറ്റോ, അതായത് ഇതിന് ഏറ്റവും മേലെ ഒരു കാറുണ്ട്, കേബിൾ കാറോ അങ്ങനെ എന്തോ, ഇങ്ങനെ ചുറ്റും കറങ്ങുന്നത്. അങ്ങനെ 3 ഗിന്നസ് വേൾഡ് റെക്കോർഡുകളുള്ള ഒരു ടവറിൻ്റെ മുന്നിൽ നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് വാക്ക് അറൗണ്ട് നടത്തി വെക്കാം. അത്യാവശ്യം നല്ല ജനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ആൾക്കാരൊക്കെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിലോട്ടൊന്ന് പോയി നോക്കാം ഇവിടെ എന്തൊക്കെയാണ് സെറ്റപ്പ് ഉള്ളതെന്നൊക്കെ. കൊള്ളാം. പിന്നെ നമ്മളിപ്പം ടിക്കറ്റ് ഒന്നും എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഓടുന്ന ട്രെയിനും പിന്നെ ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന ബസ്സുണ്ട്. എൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഫ്യൂച്ചറിൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ എൻ്റെ വീഡിയോസ് ഞാൻ പോയി എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ എന്താണ് ഗുവാൻസോ എന്നുള്ളത് കയറി കാണണ്ടേ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. ഇവിടുത്തെ ഏറ്റവും വലിയ റിവറാണ് പേൾ റിവർ. ഏറ്റവും ഫേമസ് റിവറാണ് പേൾ റിവർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെയായിരുന്നു പണ്ട് ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണല്ലോ ഇപ്പോൾ ഇലക്ട്രിക് ബസ്സും കാര്യങ്ങളൊക്കെ. പണ്ടൊക്കെ ഷിപ്പിലായിരുന്നു സാധനങ്ങളൊക്കെ വന്ന് ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സിറ്റി ടു സിറ്റി പോയിക്കൊണ്ടിരുന്നത്. ഈ പേൾ റിവർ കുറേ സ്ഥലത്തോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഇവിടുന്ന്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ എല്ലാവരും കണ്ടതില്ലേ. ഇവിടെ കുനിഞ്ഞിരുന്നിട്ട് ഇതിൻ്റെ ഫോട്ടോ എടുക്കുക. ഇതിൻ്റെ ഫുൾ ഫോട്ടോ എങ്ങനെ കിട്ടും ഇതുണ്ടോ. ഇതൊരു ട്രെയിൻ പാളാണല്ലോ, കൊള്ളാം. ഇതാണ് ഇവിടുത്തെ വൺ ഓഫ് ദി ഫേമസ് ട്രെയിൻ പാളം കേട്ടോ. അതായത് സിറ്റിക്കകത്ത് ചെറിയൊരു ട്രെയിന്, സബ് അല്ല, ചെറിയൊരു ട്രെയിനാണ് ഇത്. ഞാനിതിൻ്റെ ലൈൻ ഇവിടെ ഇട്ടേക്കാം. ആ ലൈൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി സിറ്റീൻ്റെ ഉള്ളിലത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈനാണ് കേട്ടോ അത്. അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ കയറാൻ വേണ്ടി പറ്റും. പക്ഷേ ഇവിടെ അലീപേ ആയിരിക്കും. ഇവിടെ ക്യാഷ്ലെസ് ആയതുകൊണ്ട് ടിക്കറ്റ് എടുത്ത് കയറണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. അപ്പം വാവ്, ഇതാണ് പേൾ റിവർ. അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്ക്, നമ്മളെ സിറ്റി മൊത്തം, ഗുവാൻസോ സിറ്റി മൊത്തം ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ കണ്ട് കാണാൻ പറ്റും. അതാ ട്രെയിൻ വന്ന്. ഇതാണ് ട്രെയിൻ. കൊള്ളാലോ ട്രെയിൻ, നല്ല ക്യൂ ട്രെയിൻ. ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ വീഡിയോ എടുക്കട്ടെ. വാവ്, അതിൽ ഫുള്ള് ആൾക്കാരാണല്ലോ. ഫുള്ള് ഗ്ലാസ് കൊണ്ട് സെറ്റപ്പ് ചെയ്തിട്ടില്ല കേട്ടോ ട്രെയിൻ. ഓക്കെ, ഇനി ഇത് ഇവിടെ എൻ്റെ ആവും. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ തിരിക്കും തോന്നുന്നു, അല്ലെ ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ തിരിച്ചു പോകും തോന്നുന്നു. ഓക്കെ, ഇത് എവിടെ നിന്നാണ് വരുന്നതെന്നൊന്നും അറിയില്ല. ഓക്കെ, കൊള്ളാം, നല്ല രസമുണ്ട്. സിറ്റി മൊത്തം ഇതിൽ പോയാൽ കാണാൻ വേണ്ടി പറ്റും. ഞാൻ ടിക്കറ്റ് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. അതാണ് ഹിജിയൻ എന്താണ് ബ്രിഡ്ജ്. പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. പിന്നെ ചൈന ഉണ്ടല്ലോ, ലോകത്തിൻ്റെ മുന്നിൽ എവിടെയോ കിടക്കുകയാണ് കേട്ടോ. ഭയങ്കര സെറ്റപ്പിലാണ്. എനിക്ക് ചൈന തന്നെ ക്വൈറ്റ് ബോറിങ്. 20 മിനിറ്റ്സ് ആയിരുന്നു. വലിയ സെറ്റപ്പൊന്നുമില്ല. സൈഡ് സീനിങ് അങ്ങനെയൊന്നും നമുക്ക് കാണാൻ കിട്ടുന്നില്ല. എന്നാലും ഓക്കെ, സിറ്റീൻ്റെ ഉള്ളിൽ മൊത്തം ഇങ്ങനെ കാണാം.
ഞാൻ തുടങ്ങിയോടെ തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് എൻ്റെ റൂമിൻ്റെ അവിടെ. അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ കയറി പോയത്. അപ്പം ടൗണൊക്കെ കണ്ടു, നല്ല ഭംഗിയുണ്ട്.